കോട്ടപ്പുറംകാവിലെ അരിയേറുകൊള്ളാൻ ആയിരങ്ങളെത്തി. കരിമ്പുഴ കോട്ടപ്പുറം തിരുവളയനാടുകാവ് ഭരണി മഹോത്സവത്തിന്റെ അടുത്ത ദിവസം ആറാട്ടിനോടനുബന്ധിച്ച് നടത്തുന്ന അരിയേറുകൊള്ളാൻ തട്ടകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ ഒഴുകിയെത്തി. മലബാറിലെ മറ്റൊരു ക്ഷേത്രത്തിലും കാണാത്ത വിധം ഭക്തജനത്തിരക്ക് അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് ഇത്. ഭരണിവേല ദിവസം പോലും കാണാത്ത അത്രയും ഭക്തജനത്തിരക്ക് അരിയേറുകൊള്ളാൻ ഉണ്ടാകാറുണ്ടെന്ന് ക്ഷേത്രത്തിന്റെ മുൻ ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. തിരുവളയനാട്ടുകാവിലെ ഭരണി ഉത്സവത്തിന്റെ സമാപനം ആറാടി കുടിയേപ്പും അരിയേറും എന്ന ചടങ്ങോടുകൂടിയാണ് അവസാനിക്കുക. തട്ടകത്തിലെ മുഴുവൻ ആളുകളും അവകാശികളായ ആളുകളും ഈ അരിയേറിൽ പങ്കുകൊള്ളും. മറ്റ് ക്ഷേത്രങ്ങളിലൊന്നുമില്ലാത്ത ഒരു പ്രാധാന്യമാണ് തിരുവളയനാട്ടുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ അരിയേറിന് പുരാതന കാലം മുതൽ തന്നെ കൽപ്പിച്ചു വരുന്നത്. ഈ ഉത്സവത്തിൻ്റെ സമാപനം 16 വീട്ടുകാർ ഉയർത്തുന്ന കൊടിക്കൂറ അരിയെറിഞ്ഞ് താഴെ ഇറക്കുന്നതോടുകൂടിയാണ് അവസാനിക്കുക. ഏറ്റവും കൂടുതൽ ഭരണിവേല ദിവസത്തേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന ഒരു ചടങ്ങ് കൂടിയാണ് വയനാട്ടുകാവിലെ അരിയേറ്. മലബാറിലെ മറ്റു ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളോട് കിടപിടിക്കുന്ന രീതിയിലേക്ക് വരാൻ കോട്ടപ്പുറം തിരുവളയനാട്ടുകാവിലെ ഭരണി മഹോത്സവത്തിന് ഇക്കാലം കൊണ്ട് സാധിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്രത്തിലെ മുൻ ക്ലർക്കും ഇപ്പോൾ ചെർപ്പളശ്ശേരി പുത്തനാൽക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസറുമായ കെ മനോജ് പറഞ്ഞു. 97 മുതൽ 2021 വരെ ഓഫീസ് ക്ലർക്കായി ജോലി ചെയ്തിട്ടുള്ള ആളാണ് ഞാൻ. ഇപ്പോൾ 2021 എക്സിക്യൂട്ടീവ് ഓഫീസറായി പ്രൊമോഷനായി പോയിട്ടുള്ളതാണ്. എൻ്റെ നാട്ടിലെ ഉത്സവമാണ്. എൻ്റെ നാട്ടിലെ എന്നല്ല പറയുന്നതിനേക്കാൾ കൂടുതൽ കോട്ടപ്പുറംകാവിൽ വന്നിട്ടാണ് ഞാൻ നാലാൾ അറിയപ്പെടുന്ന ഒരാളായി മാറിയിട്ടുള്ളത്. കോട്ടപ്പുറംകാവിലെ മനോജ് എന്ന പേര് എനിക്ക് നേടിത്തന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം. ഇത്രയും കാലമായിട്ട് മുൻകാലങ്ങളിലേക്കാൾ ഏറെ ഗംഭീരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷത്തെ ഉത്സവം സമയം കുറച്ച് നീണ്ടുപോയി എങ്കിലും രാത്രി 10 മണിയോട് കൂടിയിട്ടാണ് അവസാനിപ്പിച്ചത്. എങ്കിലും കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ കൂടുതൽ വേലകളൊക്കെ ഒരുമിച്ച് വടക്ക് തെക്ക് പടിഞ്ഞാറൻ വേലകൾ ഒരുമിച്ച് വളരെ ഗംഭീരമായി മേളം കൊട്ടി അവസാനിപ്പിച്ച് നല്ല രീതിയിൽ പിരിഞ്ഞിട്ടുള്ള ഒരു ഉത്സവമാണ്. മറ്റ് ക്ഷേത്രങ്ങളിലെ വള്ളുവനാട്ടിലെ മറ്റ് ക്ഷേത്രങ്ങളിലെ പ്രധാന ഉത്സവങ്ങളോടൊപ്പം തന്നെ കിടപിടിക്കുന്ന രീതിയിൽ കോട്ടപ്പുറംകാവിലെ ഉത്സവം മാറിയിട്ടുണ്ട്. ഇപ്പോൾ വള്ളുവനാട്ടിലെ മുഴുവൻ ആളുകളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ഉത്സവം എന്ന നിലവാരത്തിലേക്ക് ഉയർന്നിട്ടുള്ള ഒരു ഭരണിവേലയാണ് കോട്ടപ്പുറംകാവിലെ ഭരണിവേല. ഭരണി മഹോത്സവം നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് ഉത്സവാഘോഷ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി പി ടി അങ്കപ്പൻ മാസ്റ്റർ, പ്രസിഡന്റ് MT സുരേഷ് എന്നിവർ പറഞ്ഞു. എല്ലാ വേല കമ്മിറ്റികളും സമയനിഷ്ഠ പാലിക്കുന്നതിലും കൃത്യമായി നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലും വളരെയധികം സഹകരിച്ചതിനാലാണ് ഉത്സവം ഇത്രയും ഗംഭീരമാക്കാൻ കഴിഞ്ഞതെന്ന് അവർ കൂട്ടിച്ചേർത്തു. ക്ഷേത്രത്തിലുള്ള വിവിധ കമ്മിറ്റികൾ അവരുടെ സഹകരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ കമ്മിറ്റികളുടെ എല്ലാം അതാത് സമയത്ത് വിളിച്ചുകൂട്ടി യോഗങ്ങളിൽ നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ വളരെ നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്രാവശ്യം നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ ഉത്സവം നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നൊരു സന്തോഷം കൂടി ഉണ്ട്. അതുകൂടാതെ ജനങ്ങളിൽ നിന്നും ഭക്തജനങ്ങളിൽ നിന്നും നല്ല സഹകരണം എല്ലാ പരിപാടികളും നടത്താൻ ഉത്സവത്തിൻ്റെ തുടക്കം മുതൽ 9 ദിവസം നടന്ന വിവിധ സ്റ്റേജ് പ്രോഗ്രാംസ്, കലാപരിപാടികളെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ വളരെ ജനങ്ങളുടെ നല്ല സഹകരണത്തോടു കൂടി നല്ല പങ്കാളിത്തത്തോടു കൂടി തന്നെ നമുക്ക് നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നാണ് ഈ ഉത്സവം സമാപിക്കുന്നത്. നമുക്കറിയാം, ഈ അവസാനത്തെ ദിവസം അരിയേറ് ദിവസം എന്നാ പറയുക. സാധാരണ അമ്പലങ്ങളിലൊന്നും കാണാത്ത ഒരു പ്രത്യേകത ഈ തട്ടകത്തിലെ മുഴുവൻ ആയിരക്കണക്കിന് ചെറുപ്പക്കാരും വേണ്ടില്ല, സ്ത്രീകളായാലും വേണ്ട, കുട്ടികളായാലും വേണ്ടില്ല, മുതിർന്നവരായാലും വേണ്ടില്ല, അരിയേറ് കൊള്ളാൻ വേണ്ടി ഇവിടെ എത്തുകയും അത് കൊണ്ട് സന്തോഷത്തോടെയാണ് അവർ ഒരു വർഷത്തെ കാലത്തേക്ക് അതിൻ്റെ എന്താ പറയുക ദേവിയുടെ കടാക്ഷം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് അവർ പോകുന്നത്. അത് നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ജാതി മത ചിന്തകൾക്ക് അതീതമായി തട്ടകത്തിലെ മുഴുവൻ
ജനങ്ങളും എത്തിച്ചേർന്ന് ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് കോട്ടപ്പുറം തിരുവളയനാട്ടുകാവ് ഭരണി മഹോത്സവം എന്ന് ശ്രീശവര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ പി അശോകൻ പറഞ്ഞു. ഈ വർഷത്തെ ഭരണി മഹോത്സവം എല്ലാ വർഷത്തേക്കാൾ വളരെയേറെ ഗംഭീരമായി നടന്നിരിക്കുന്നു. പ്രശസ്ത തായമ്പക ഉൾപ്പെടെ ഒട്ടേറെ കലാരൂപങ്ങൾ നമ്മൾ ഈ വർഷം ഇവിടെ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സുകുവരം ദിലീപ് ഉൾപ്പെടെ, അതുപോലെ തന്നെ രഹിത ഉൾപ്പെടെ, സദനം ജിതിൻ ഉൾപ്പെടെ ഒട്ടേറെ വിശിഷ്ടമായ കലാകാരന്മാർ നമ്മുടെ ക്ഷേത്രത്തിലെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റേജ് പ്രോഗ്രാമിൽ ഗാനമേള ഉൾപ്പെടെ, നാടൻപാട്ട് ഉൾപ്പെടെ ഏകദേശം തട്ടകത്തിൽ ഒരു 9 ദിവസം നിറഞ്ഞു നിൽക്കുന്ന ഉത്സവ രേഖയിലായിരുന്നു. ഞാൻ ഈ പൂരത്തിന് എല്ലാ ദിവസവും നിറഞ്ഞു നിൽക്കുന്ന ഒരാളാണ്. ജാതി മത ചിന്തകൾക്കതീതമായി, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുഴുവൻ ആളുകളും വന്നു ചേരുന്ന ഒരു ഉത്സവമാണ് കോട്ടപ്പുറം ഭരണി. 30 വർഷമായി ഈ നാട്ടിലെത്തി ഉത്സവത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ടെന്നും ഓരോ വർഷവും കഴിയുന്തോറും ഉത്സവം ഗംഭീരമായി വരുന്നുണ്ടെന്നും നാട്ടിലെ യുവാക്കളുടെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും കൂട്ടായ്മ തന്നെയാണ് ഇതിൽ പ്രധാനമെന്നും വാർഡ് മെമ്പർ ആർ രാജേശ്വരി പറഞ്ഞു. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് 30 വർഷമായി. ഈ 30 വർഷം കഴിയുന്തോറും ഓരോ വർഷം കൂടുമ്പോഴും പിന്നെ ഈ ഉത്സവം, ഈ ഭരണിവേല നല്ല മാറ്റങ്ങൾ വരാറുണ്ട്. പ്രോഗ്രാം, കൊട്ട്, ചിങ്കാരിമേളം, അങ്ങനെ ഓരോ വെറൈറ്റി പരിപാടികളാണ് കൊണ്ടുവരാറുള്ളത്. പിന്നെ കഥകളി, പിന്നെ അമ്പല കമ്മിറ്റി കൊണ്ടുവരുന്ന പരിപാടികൾ വേറെ. അങ്ങനെ എല്ലാറ്റിലും സഹകരിച്ചിട്ടുമുണ്ട് എല്ലാ പരിപാടിയിലും. ഇപ്പോൾ ഈ വാർഡ് മെമ്പർ എന്ന നിലയിൽ എല്ലാവരും എന്നെ പ്രത്യേകിച്ച് വന്ന് സമീപിക്കാറുണ്ട്. അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്, അവരുടെ കൂടെ നിൽക്കാറുണ്ട്. ഈ വാർഡിൽ ഇങ്ങനെ ഒരു ഉത്സവത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലും അങ്ങനെ ഒരു അഭിമാനം ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാന ഒരു ഉത്സവമാണ് അരിയേറി. പാലക്കാട് ജില്ലകളിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ പറയാം, ഒരു ഏറ്റവും നല്ലൊരു പ്രോഗ്രാമാണ്. അമ്മമാരായാലും കുട്ടികളായാലും പൂരത്തിന് പങ്കെടുക്കാത്തവർ പോലും അരിയേറിനാണ് പങ്കെടുക്കാറുള്ളത്. ഇത് അരിയേറ് കൊള്ളുന്നത് എല്ലാവർക്കും ഒരു ഐശ്വര്യമാണെന്നാണ് പറയാറുള്ളത്. ക്ഷേത്രത്തിലെ സ്ഥാനികളായിട്ടുള്ള 16 വീട്ടുകാരാണ് ക്ഷേത്രമുറ്റത്ത് ആദ്യം കൊടിയേറ്റം നടത്തുന്നത്. ഉത്സവത്തിന് ശേഷം അരിയേറ് ദിവസം മുറ്റത്തുയർത്തിയ കൊടിക്കൂറ അഴിക്കുന്നത്. ഇതോടുകൂടിയാണ് ഉത്സവത്തിന് സമാപനം കുറിക്കുന്നത്. 16 വീട്ടുകാർ കൊടിയേറ്റം നടത്തിയതിനു ശേഷം മാത്രമാണ് ക്ഷേത്രത്തിലെ കൊടിമരത്തിൽ ക്ഷേത്രം തന്ത്രി കൊടിയേറ്റുന്നത്. ഇത് ഈ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ തുലാമാസത്തിലെ ചൊവ്വായ ദിവസം 16 വീട്ടിലെ സ്ത്രീകളാണ് ക്ഷേത്രത്തിൽ നിവേദ്യം വെച്ച് പൂജിക്കുന്നത്. ഈ വർഷത്തെ ഉത്സവം കൊടിയേറ്റം മുതൽ കൊടിയിറക്കം വരെ ഭംഗിയായി നടന്നതിലുള്ള സംതൃപ്തിയോടെയാണ് 16 വീട്ടുകാർ തിരിച്ചു പോകുന്നതെന്ന് അവരുടെ പ്രതിനിധികളായ പൊരുപ്പത്ത് നാരായണൻ നായർ, ചെമ്പകശ്ശേരി രാജൻ എന്നിവർ പറഞ്ഞു. കോട്ടപ്പുറം തിരുവളയനാട്ടുകാവിലെ ഉത്സവങ്ങളിലെ 16 വീട്ടുകാരും തന്ത്രിയും പിന്നെ ഭരണസമിതിയും ഉൾപ്പെട്ടിട്ടുള്ള അവരുടെയാണ് കാര്യങ്ങൾ നടത്താറുള്ളത്. അതിൽ കൊടിയേറ്റം, കൊടിയിറക്കം, തുലാമാസത്തിലെ ചൊവ്വായക്കുള്ള വെച്ച് നിവേദ്യം, ഇതെല്ലാം 16 വീട്ടുകാരുടെ അവകാശമാണ്. ഭരണിവേലയ്ക്ക് കൊടിയേറ്റം ആദ്യം കൊടിയേറ്റുന്നത് 16 വീട്ടുകാരാണ്. അതിനുശേഷമാണ് മേൽശാന്തി കയറ്റാറുള്ളൂ. വലിയ ആറാട്ട് ദിവസം കുളത്തെങ്കിൽ ആറാട്ട് കുളിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രത്യേക വാദ്യം അത് 16 വീട്ടുകാർ ചെയ്യാവുന്നതാണ്. പിന്നെ കൊടിയിറക്കം 16 വീട്ടുകാരുടെ പ്രത്യേകമായിട്ടുള്ള കൊടിമരത്തിൽ കയറ്റിയിട്ടുള്ള കൂറ ഇറക്കുന്നതോട് കൂടിയിട്ടാണ് ചെയ്യുന്നത്. ഉത്സവ സമാപനം അങ്ങനെയാണ്. പിന്നെ ചൊവ്വായ്ക്ക് വെച്ച് നിവേദ്യം എന്നുള്ളത് 16 വീട്ടുകാരിലെ സ്ത്രീകൾ നടത്തുന്നതാണ്. അതിന് പ്രത്യേകമായിട്ട് അവർക്ക് പൂജയുണ്ട്. കൊടിയേറ്റം അന്ന് മുതൽക്ക് കൊടിയിറക്കുന്നത് ഈ സമയം വരേക്കും വളരെ ഭംഗിയായി നടന്നു എന്നുള്ള പരിപൂർണ വിശ്വാസം സംതൃപ്തിയിലാണ് ഇരിക്കുന്നത് ഞങ്ങളെല്ലാവരും. 3 തലമുറകളായി ക്ഷേത്രത്തിലെ അരിയേറ് ദിവസം ഭക്തജനങ്ങൾക്ക് സംഭാരം വിതരണം ചെയ്യുകയാണ് കോട്ടപ്പുറത്തെ അണ്ണാലത്ത് കുടുംബം. വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി നൽകുന്ന സംഭാര വിതരണം ഏകദേശം 4000-ഓളം ആളുകൾ ഉപയോഗപ്പെടുത്താറുണ്ടെന്ന് ഇതിന് നേതൃത്വം നൽകുന്ന എ രാജേന്ദ്രൻ മാസ്റ്റർ പറഞ്ഞു. അണ്ണാലത്ത് കുടുംബം വകയുള്ള ഈ മോരുംവെള്ളം വാർച്ച ഭരണിവേലയുടെ പിറ്റേ ദിവസമായ അരിയേറ് ദിവസം വർഷങ്ങളായി മുടങ്ങാതെ നടത്തിക്കൊണ്ട് പോകാറുണ്ട്. അച്ഛൻ്റെ കാലം മുതൽ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് രൂപത്തിലും ഭാവത്തിലും അതിൻ്റെ
കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി വൃത്തിയായി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3000-4000 ആൾക്കാരെ ഇത് ഉപയോഗിച്ചു പോകുന്നുണ്ടെന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ഒരു ആത്മസംതൃപ്തി തരുന്ന കാര്യമാണ്. കുറെ ഇത് പറ്റാവുന്നിടത്തോളം കാലം തുടർന്നു കൊണ്ടുപോകണമെന്നാണ് ആഗ്രഹം. കോട്ടപ്പുറം തിരുവളയനാടുകാവ് ഭരണി മഹോത്സവം ഭംഗിയായി നടത്തിത്തന്നതിന് തട്ടകത്തിലെ മുഴുവൻ ഭക്തജനങ്ങളോടും നന്ദി അറിയിക്കുന്നതായി എക്സിക്യൂട്ടീവ് ഓഫീസർ അഖിൽ വിഷ്ണു പറഞ്ഞു. ഈ വർഷത്തെ പൂരം നമുക്ക് ഭംഗിയായി നടത്താൻ സഹകരിച്ച കമ്മിറ്റി അംഗങ്ങൾക്കും ക്ഷേത്ര ജീവനക്കാർക്കും ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചു.